Report of big political breaking. തിരുവഞ്ചൂർ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭാ സ്പീക്കറാക്കി തീരുമാനിക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാനും ഇപ്പോൾ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചീഫ് വിപ്പ് പദവി നൽകാനും തീരുമാനമായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ എത്തും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചീഫ് വിപ്പ് പദവിയാണ് നൽകുക. ഒരു മന്ത്രിസ്ഥാനത്തിനോടൊപ്പം റോഷിപാലുണ്ട്. വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബ്രേക്കിംഗുമായി റോഷിപാൽ. വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കുറി നിയമസഭയിലേക്കില്ല. പകരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി തീരുമാനിക്കുന്നു. പ്രായോഗിക പരിചയം കൊണ്ടും സഭയിലെ നടപടിക്രമങ്ങളെ കൊണ്ടും വളരെ പരിണിത പ്രജ്ഞനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ പദവിയിലേക്ക് പരിഗണിക്കുന്നതിന് തുണയാവുകയായിരുന്നോ? അതേപോലെ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിലേക്കല്ല, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണോ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? കേരള കോൺഗ്രസ് ജോസഫിന് രണ്ടാമതൊരു മന്ത്രിസ്ഥാനമില്ല, പകരം ചീഫ് വിപ്പ് പദവിയോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, നമ്മൾ ഇന്നലെ കണ്ടതാണ്. കാരണം മന്ത്രിസഭയിലേക്ക് ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കണമെന്ന കടുത്ത നിലപാടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അതേപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താൻ മന്ത്രിസഭയിലേക്ക് തനിക്ക് അംഗമാകാൻ താല്പര്യവും അറിയിച്ചു. പക്ഷേ ഒടുവിൽ ചർച്ചകൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ, ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് എത്തിയത്. സമാനമായി തന്നെ നേരത്തെ 2 മന്ത്രിസ്ഥാനം ചോദിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തുമായി ഇന്ന് ചർച്ച നടക്കും. ആ ചർച്ചയിൽ ചീഫ് വിപ്പ് പദവി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാമെന്ന വാഗ്ദാനമായിരിക്കും നൽകുക. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ മന്ത്രിമാരെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. കാരണം നിലവിൽ തന്നെ 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് നൽകുന്നതോടെ കോൺഗ്രസിന്റെ മന്ത്രിമാരാകാനുള്ള ആളുകളുടെ എണ്ണം അവിടെ കുറയ്ക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം. കാരണം 12 മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമാണ്. നിലവിൽ ഏതാണ്ട് 20ഓളം പേരെങ്കിലും മന്ത്രിസഭയിൽ അംഗമാകാനുള്ള ശ്രമം അവസാന ഘട്ടം വരെ നടത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം. ചീഫ് വിപ്പ് പദവി അത് ക്യാബിനറ്റ് റാങ്കോടെ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകും. അതിനൊപ്പം ഏറ്റവും നിർണായക തീരുമാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം സ്പീക്കർ പദവിയിലേക്ക് എത്തിക്കുന്നു. കാരണം ഏറ്റവും പരിചയസമ്പന്നനായ ആളായിരിക്കണം സ്പീക്കർ എന്ന അഭിപ്രായം കോൺഗ്രസിലും യു ഡി എഫിനുണ്ട്. അത് ഏറ്റവും മികവ് തെളിയിച്ച നിയമസഭാ ചട്ടങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള, നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് നിയമസഭാ സമ്മേളനത്തിൽ പലപ്പോഴും ചട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അത് എല്ലാ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവർക്കും ആരാധനയും ബഹുമാനവുമുള്ള മുതിർന്ന നേതാവും മുതിർന്ന നിയമസഭാ സാമാജികൻ കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതാണ് സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പരിഗണിക്കാനുള്ള തീരുമാനത്തിന് കാരണമായിരിക്കുന്നത്.